ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പലതരത്തിലുള്ള മീനും നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി തരത്തിലുള്ള ഗുണങ്ങൾ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ട വിഭവങ്ങളാണല്ലോ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഗിരീഷേട്ടൻ ഇന്ന് കറുത്ത ആവോലിയാണ് കേട്ടോ കൊണ്ടുവന്നത്. ഇവിടെ മീനിനോട് ഇഷ്ടം ഗിരീഷേട്ടനാണ് കേട്ടോ. എന്നാൽ ഞാൻ വിചാരിച്ചു അത് 2 ദിവസത്തേക്ക് വെക്കാം, അങ്ങനെ അരച്ചിട്ട് വെക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങയും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടി എടുത്തിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തു കേട്ടോ. അരച്ചെടുത്ത ചട്ടിയിലോട്ട് ഇങ്ങനെ കളർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടി കാണാൻ എന്തൊരു ഭംഗി! മീൻ കൂട്ടാൻ പോലെ തന്നെ ചട്ടിക്കും വർണ്ണങ്ങൾ വന്നു. ആ ചട്ടിയിലോട്ട് ഞാൻ ഒരു തക്കാളി എടുത്ത് ആ തക്കാളിയുടെ ചുവപ്പ് കളർ അങ്ങോട്ട് മഞ്ഞ അരപ്പിലോട്ട് അങ്ങോട്ട് വാരി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ഇഞ്ചി എടുത്ത് നന്നായിട്ട് ഇടിച്ചിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അത് അടുത്ത വർണ്ണമായ പച്ച വർണ്ണമായ കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഞെരണ്ടി അങ്ങോട്ട് ഇട്ടു. പിന്നെ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് മെല്ലെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ കറി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് കറുത്ത ആവോലിയുടെ നല്ല വൃത്തിയാക്കി സുന്ദരി കുട്ടപ്പന്മാരാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മെല്ലെ വെച്ച് അത് നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വന്നപ്പോഴത്തേക്കും കടുക് വറുത്തിട്ടു. കടുകും അതുപോലെ വറ്റൽമുളകും ഉള്ളിയും കൂടെ വറുത്തിട്ടു. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒന്നൊന്നൊരു സ്മെല്ലാണ് കേട്ടോ. ഇതുപോലെ ആവോലിക്കറി വെക്കുകയാണെങ്കിൽ മീൻകറി ഇഷ്ടമില്ലാത്ത ഏത് ആൾക്കാരും ആസ്വദിച്ച് മീൻകറി കൂട്ടും. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഒരു പറ ചോറ് കഴിക്കാത്തവരെ കഴിപ്പിക്കുന്നതാണോ ഈ കൂട്ടാൻ.